ഫ്രണ്ട്സ്, യാതൊരുവിധ എക്സാമൊന്നും എഴുതാതെ നമ്മുടെ 10ാം ക്ലാസ്സിൻ്റെ മാർക്കിനെ അടിസ്ഥാനമാക്കി മാത്രം നമുക്ക് ലഭിക്കുന്ന ഒരു പോസ്റ്റാണ്. ഇൻ്റർവ്യൂ ഒന്നുമില്ല. നമ്മുടെ ഇന്ത്യ പോസ്റ്റിൻ്റെ GDSൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു വർഷം 2 നോട്ടിഫിക്കേഷനാണ് വരിക. ഒന്ന് നമുക്ക് ജനുവരി ആ ഒരു സമയങ്ങളിൽ വരും. രണ്ടാമത്തെ നമുക്ക് വരുന്നത് ജൂലൈ ആണ്. അപ്പോൾ ജൂലൈൻ്റെ ഓഗസ്റ്റിലാണ് വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. അങ്ങനെ ഷെഡ്യൂൾ 2 ജൂലൈൻ്റെ ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ 25,000-ന് മുകളിൽ വേക്കൻസി ഉണ്ട്. നമ്മുടെ വീടിൻ്റെ അടുത്തൊക്കെയുള്ള പോസ്റ്റ് ഓഫീസുകളിലൊക്കെ നിങ്ങൾക്ക് എന്താണ് ജോലി സാധ്യത ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ വേക്കൻസി കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ടോട്ടൽ നമുക്ക് ഏകദേശം വിളിച്ചിരിക്കുന്നത് 25,000-ന് മുകളിലാണ്. അപ്പോൾ ഇതിൽ നമുക്ക് കേരളത്തിലെ വേക്കൻസികളൊക്കെ നമുക്ക് നോക്കാം. വേക്കൻസി പോസ്റ്റ് എന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് അവിടെ സർക്കിൾ നോക്കാം. ജസ്റ്റ് 10ാം ക്ലാസ് മതി. കേരള സർക്കിൾ നിങ്ങൾക്ക് സെലക്ട് ഡിവിഷൻ കൊടുക്കാം. ഇതുണ്ടോ എല്ലാവിധ ഇവിടെ ഡിവിഷൻ എന്ന് പറഞ്ഞാൽ ജില്ലാടിസ്ഥാനത്തിലല്ല, പല അതിൻ്റേതായിട്ടുള്ള വിവിധ ഡിവിഷൻസ് ഉണ്ട്. ആ ഡിവിഷൻ അത് പോസ്റ്റ് ഓഫീസിൻ്റെ ഓരോരോ ഡിവിഷനാണ് വരിക. അപ്പോൾ തിരുവനന്തപുരം കണ്ടോ, നോർത്ത് ഡിവിഷൻ, സൗത്ത് ഡിവിഷൻ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ വീട് എവിടെയാണോ നോക്കുക അതിനനുസരിച്ചിട്ട് ഇപ്പോൾ കാലിക്കറ്റ് ആണ്, കാലിക്കറ്റ് നോക്കുക. കാലിക്കറ്റിൽ തന്നെ നിങ്ങൾക്ക് വിവിധ ബ്രാഞ്ച് ഓഫീസുകളുണ്ട്, കൂടെ കാണാൻ പറ്റും. ഓക്കെ, സബ് ഓഫീസുകളും ബ്രാഞ്ച് ഓഫീസുകളും ഇതോ ഇവിടെയൊക്കെ നിങ്ങൾക്ക് എന്താണ് പല രീതിയിലുള്ള പോസ്റ്റുകൾ. ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ ഉണ്ട്, ദക്സേവക് ഉണ്ട്, അസിസ്റ്റൻറ്റ് ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ, ഇങ്ങനെ 3 കാറ്റഗറിയിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിലേക്ക് നമ്മൾ എങ്ങനെ അപേക്ഷ നൽകണം, എങ്ങനെയാണ് ഇതിൻ്റെ സെലക്ഷൻ, അതുപോലെ എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇതെല്ലാം വിശദമാക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ജോബ് അപ്ഡേഷൻ ലഭിക്കാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലേക്ക് എനേബിൾ ചെയ്യാനും മറക്കണ്ട. പിന്നെ മെമ്പർഷിപ്പ് എടുത്താലും മെമ്പേഴ്സ് ഓൺലി വീഡിയോസും നമ്മൾ ചെയ്യുന്നുണ്ട്. നമ്മുടെ സബ്സ്ക്രൈബ് ബട്ടൻ്റെ സമയത്ത് ജോയിൻ ബട്ടൺ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്ത് മെമ്പർഷിപ്പ് എടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് മെമ്പേഴ്സ് ഓൺലി വീഡിയോസും കാണാൻ പറ്റും മെമ്പർഷിപ്പ് എടുത്തവർക്ക്. അപ്പോൾ നേരെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിലേക്ക് വരാം. ഇതാണ് നോട്ടിഫിക്കേഷൻ. ഓഗസ്റ്റ് 20-നാണ് നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് വിളിച്ചിരിക്കുന്നത് GDS ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ കാണാൻ നിങ്ങൾക്ക് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, മിനിസ്ട്രി ഓഫ് കമ്മ്യൂണിക്കേഷൻ, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് പോസ്റ്റ്. ഓക്കെ, അപ്പോൾ GDS എന്നാണ് നമ്മൾ പറയാറ്, ഗ്രാമീൺ ദക് സേവക്. അപ്പോൾ ഇതിലേക്ക് ഷെഡ്യൂൾ 2 ജൂലൈ 2026. അപ്പോൾ നമുക്ക് വർഷത്തിൽ 2 തവണയാണ് വിളിക്കുക. ഒന്ന് ഒരു വർഷത്തിൻ്റെ തുടക്കത്തിലും രണ്ടാമത് അതിൻ്റെ പകുതിയിലായിട്ടാണ് വിളിക്കാറ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഷോർട്ട് ലിസ്റ്റ് തന്നെ 4, 5, 6 മെറിറ്റ് ലിസ്റ്റ് കാര്യങ്ങളൊക്കെ ഇവർ പബ്ലിഷ് ചെയ്യാറുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് SSLCയുടെ മാർക്കാണ് മെയിനായിട്ട് നോക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ കാര്യങ്ങളൊക്കെ പറയാം. ഞാൻ 3 കാറ്റഗറി പോസ്റ്റാണ്. ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ വിളിച്ചിട്ടുണ്ട്, അസിസ്റ്റൻറ്റ് ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ, ദക് സേവക്. ഇനി ഇതിലേക്ക് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഒരു ഉദ്യോഗാർത്ഥി ഒരു അപേക്ഷയെ സബ്മിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ, ഒന്നിലധികം സബ്മിറ്റ് ചെയ്യാൻ പാടില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെ പോസ്റ്റിന് അപ്ലൈ ചെയ്യാം എന്നുള്ള കാര്യം, അതായത് ഒരു ഉദ്യോഗാർത്ഥിക്ക് ഒരൊറ്റ ആപ്ലിക്കേഷനിൽ തന്നെ നിങ്ങളുടെ പ്രിഫറൻസ് അടിസ്ഥാനത്തിൽ നിങ്ങളുടെ ചോയ്സിനനുസരിച്ച് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും കേട്ടോ. നിങ്ങൾക്ക് ഏത് സർക്കിളിലാണ്, അല്ലെങ്കിൽ ഏത് ഡിവിഷനാണ് എന്നൊക്കെ നിങ്ങളുടെ ഇതിനനുസരിച്ച് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഇമ്പോർട്ടൻറ്റ് ഡേറ്റ് ആണ് ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതിൻ്റെ ഓൺലൈൻ 1 ടൈം രജിസ്ട്രേഷനാണ്. അത് നമ്മൾ ഞാൻ ഇതിൽ ഇൻട്രോയിൽ കാണിച്ചതാണ് അതിൻ്റെ പോർട്ടൽ. അപ്പോൾ ഈ ഒരു പോർട്ടലിൽ നമ്മൾ 1 ടൈം രജിസ്ട്രേഷൻ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്, നമുക്ക് ഡേറ്റ് തന്നിരിക്കുന്നത് നോക്കാം, 31/8/2026 മുതൽ 19/9/2026. അപ്പം ഈ പറയുന്ന ഓഗസ്റ്റ് 31 മുതൽ, ഇപ്പം ഞാൻ വീഡിയോ ചെയ്യുന്നത് ഓഗസ്റ്റ് 27 ആയിട്ടുള്ളൂ, ഇനി നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ സമയമുണ്ട്. അപ്പോൾ ഈ ഓഗസ്റ്റ് 31 മുതലേ ഇത് സ്റ്റാർട്ട് ആവുള്ളൂ കേട്ടോ, രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ആവുള്ളൂ. ഓഗസ്റ്റ് 31 മുതൽ നമുക്ക് 19/9/2026 വരെ രജിസ്ട്രേഷൻ, അതായത് ആ വെബ്സൈറ്റിൽ, ആ പോർട്ടലിൽ, ഈ ഒരു പോർട്ടലിൽ നമ്മൾ എന്ത് ചെയ്യണം, അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനുള്ള ഡേറ്റ് ആണ് കേട്ടോ അത്. ഓക്കെ, അങ്ങനെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനുള്ള ഡേറ്റ് ആണ് അത്. രണ്ടാമത്തത്, നമ്മൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്താൽ നമുക്ക് അപേക്ഷ സബ്മിറ്റ് ചെയ്യാൻ ഡേറ്റ് വേറെയാണ്. 2/9 മുതലേ സ്റ്റാർട്ട് ചെയ്യുന്നത്. 2/9 മുതൽ 21/9 ഈ ഡേറ്റുകളുടെ ഇടയിൽ നമുക്ക് അപേക്ഷ GDSന് സബ്മിറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, എന്നാൽ നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നത്, സ്റ്റാർട്ട് ചെയ്യുന്നത്, നമുക്ക് ആ ഒരു വെബ്സൈറ്റിലെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഡേറ്റ് 31/8 മുതൽ 19/9 ആണ്. പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് നമ്മൾ ഓൺലൈനായിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാവുന്നതാണ്. പിന്നെ നിങ്ങളുടെ അപേക്ഷയിൽ എന്തെങ്കിലും തെറ്റുകൾ വന്നാൽ നിങ്ങളുടെ മെയിൽ ID യും അതുപോലെ മൊബൈൽ നമ്പറും അല്ലാത്ത ബാക്കിയെല്ലാം നിങ്ങൾക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും, എഡിറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ എഡിറ്റ് ചെയ്യാനുള്ള ഡേറ്റ് പ്രത്യേകമായിട്ട് ഇവിടെ കൊടുക്കുന്നുണ്ട്. 23/9 മുതൽ 24/9 ഈ പറയുന്ന ദിവസങ്ങളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും തെറ്റുകൾ വന്നാൽ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാം. തെറ്റുകൾ വരാതെ മാക്സിമം ശ്രദ്ധിക്കുക നിങ്ങൾ. ഓക്കെ, അത്രയാണ് അതിൻ്റെ കാര്യങ്ങൾ. പിന്നെ നിങ്ങൾക്ക് ഇതിലേക്ക് പ്രധാനമായിട്ടും നമ്മൾ ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ കാര്യങ്ങളാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് മറ്റ് കോമൺ ആയിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട്. എന്താണ് ഈ പോസ്റ്റ്, സെൻട്രൽ ഗവൺമെൻറ് പോസ്റ്റ് ആണോ എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ട് പറയാം. ഓക്കെ, ഇതിൻ്റെ പേയ്മെൻറ്റ് കാര്യങ്ങളും ഒക്കെ പറയാം. അപ്പോൾ ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് അവിടെ കാണാം, സെക്കൻഡറി സ്കൂൾ എക്സാമിനേഷൻ, അത് 10th പാസ്സായിരിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അതിൽ നമ്മൾ ഈ പറയുന്ന മാത്സും ഇംഗ്ലീഷൊക്കെ നമ്മൾ പഠിച്ചിരിക്കണം, നമ്മൾ പാസ്സായിരിക്കണം. നമുക്കത് നോക്കേണ്ട ആവശ്യമില്ല, നമ്മളത് സബ്ജക്റ്റ് പഠിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ ജസ്റ്റ് നമ്മൾ പാസ്സായിരിക്കണം എന്നുള്ളതാണ്. 10th നമ്മൾ പാസ്സായിരിക്കണം എന്നുള്ളതാണ്. 10th മാർക്ക് ഏറ്റവും കൂടുതൽ മാർക്കുള്ള ഉദ്യോഗാർത്ഥികൾക്കാണ് ഇതിലേക്ക് ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടാനുള്ള സാധ്യത കൂടുതൽ.
അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും ഫുള്ള് B+ അല്ലെങ്കിൽ C+ ഒക്കെ ഉള്ള അങ്ങനെയുള്ള കാറ്റഗറി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ അത് നിങ്ങളുടെ ചോയ്സാണ്. അതായത് വെച്ചാൽ ഇപ്പം മേ ബി നമുക്ക് കട്ട് ഓഫിലൊക്കെ എന്തെങ്കിലും വേരിയേഷൻ വന്നാൽ ഇപ്പോൾ കുറേ ഉദ്യോഗാർത്ഥികൾ ഇങ്ങനെ വിചാരിച്ച് അപ്ലൈ ചെയ്യാതിരിക്കാം. ഇനി അപ്ലൈ ചെയ്തവർ തന്നെ ഡോക്യുമെൻറ്റ്സ് ഒന്നും പ്രോപ്പറായിട്ട് സബ്മിറ്റ് ചെയ്തില്ലെങ്കിൽ മേ ബി അവിടെ എന്ത് ചെയ്യാം, അവിടെ വീണ്ടും അവർ ഷോർട്ട് ലിസ്റ്റ് ഇടാം. അപ്പോൾ നമുക്ക് തന്നെ കഴിഞ്ഞ വർഷം അപ്പോൾ ഫസ്റ്റ് ഈ ഒരു 2026 ഫസ്റ്റ് വിളിച്ചപ്പം തന്നെ 4 ലിസ്റ്റ് വന്നിട്ടുണ്ട്. ഏകദേശം 4-5 ആണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. അതിൻ്റെ മുൻപ് നമുക്ക് 2025 നമുക്ക് 6-7 ലിസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെ ലിസ്റ്റൊക്കെ വരും. ഡിപ്പെൻസ് ഓൺ എന്താണ് ഇപ്പം ഈ നമുക്ക് ഷോർട്ട് ലിസ്റ്റിൽ പെടുന്ന എല്ലാ ഉദ്യോഗാർത്ഥികളും ഈ ഒരു ഇതിന് പോസ്റ്റിന് വില്ലിങ് ആയിക്കോളുന്നില്ല, അവർ വേറെ ഏതെങ്കിലും പോസ്റ്റിന് കയറിയിട്ടുണ്ടായിരിക്കും, അങ്ങനെയൊക്കെ പല രീതിയിലുണ്ടാവും. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഭാഗ്യം നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അതുപോലെ നമുക്ക് 10ാം ക്ലാസ് പാസ്സായിരിക്കുക എന്നുള്ളതാണ് അടിസ്ഥാനമായിട്ടുള്ള യോഗ്യത, വേറെ ഒന്നും വേണ്ട. ഓക്കെ, എക്സ്പീരിയൻസോ കാര്യങ്ങളൊന്നും വേണ്ട. പിന്നെ നിങ്ങൾ ഏത് സർക്കിളിലേക്കാണ് അപ്ലൈ ചെയ്യുന്നത് വെച്ചാൽ അവിടുത്തെ ലോക്കൽ ലാംഗ്വേജ് നമുക്ക് അറിഞ്ഞിരിക്കണം. അപ്പോൾ കേരളത്തിലാണെങ്കിൽ നിങ്ങൾക്ക് മലയാളം നിങ്ങൾ പഠിച്ചിരിക്കണം എന്നുള്ളതാണ്. അത് 10th ലെവലിൽ നമുക്ക് അപ് ടു 10th വരെയെങ്കിൽ അറ്റ്ലീസ്റ്റ് നമ്മൾ പഠിച്ചിരിക്കണം. ഓക്കെ, അപ്പോൾ നിങ്ങൾ 10ാം ക്ലാസ്സിൽ നമ്മളെന്താണ് മലയാളം പഠിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആ ഒരു ലോക്കൽ ലാംഗ്വേജ് നമ്മൾ പഠിച്ചിരിക്കണം എന്നുള്ള കണ്ടീഷനാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ അരുണാചൽ പ്രദേശ് അങ്ങനെ ചില ഗോവ ഇവർക്കൊക്കെ കുറച്ച് അതിൻ്റെ എക്സെപ്ഷൻ ഉണ്ട്. അതിൻ്റെ മറ്റു എന്താണ് ട്രൈബൽ ലാംഗ്വേജും കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ അടിസ്ഥാന യോഗ്യത എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് മലയാളം ഒരു സബ്ജക്റ്റായിട്ട് നമ്മൾ 10th ലെവൽ അതുവരെയെങ്കിലും അറ്റ്ലീസ്റ്റ് നമ്മൾ പഠിച്ചിരിക്കണം എന്നുള്ളതാണ് നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രശ്നങ്ങളൊന്നും നമുക്ക് വരുന്നില്ല. ഇനി വേറെ എന്തൊക്കെയാണ് റിക്വയർമെൻറ്റ് എന്ന് വെച്ചാൽ നമുക്ക് കമ്പ്യൂട്ടർ അറിഞ്ഞിരിക്കണം ബേസിക്കായിട്ട്, പിന്നെ സൈക്ലിംഗ് അറിഞ്ഞിരിക്കണം, അതിലുള്ള നോളജ് വേണം. പിന്നെ അതുപോലെ നമുക്ക് നിലവിലൊരു ഉപജീവന മാർഗ്ഗം ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അതായത് സജഷനാണ്. മീൻസ് നമുക്ക് ഈ ഒരു GDSനെ മാത്രം ഡിപ്പെൻഡ് ചെയ്താൽ നമുക്ക് ചെറിയൊരു റവന്യൂ ആണ് ഇതിൽ കിട്ടുക. ചെറിയെന്ന് പറഞ്ഞാൽ കാണിക്കാം എത്ര എമൗണ്ട് നമുക്ക് ഏൺ ചെയ്യാൻ പറ്റുമെന്നുള്ളതൊക്കെ വ്യക്തമായിട്ട് ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, കൂടെ കാണാൻ പറ്റും. അപ്പോൾ ഈ പറയുന്ന നമുക്ക് ടൈം റിലേറ്റഡ് കണ്ടിന്യൂറ്റി അലവൻസ് ആണ്. അതായത് നമുക്ക് ബേസിക് പേ അങ്ങനെയുള്ള സംഭവമൊന്നുമല്ല, മറ്റ് സെൻട്രൽ ഗവൺമെൻറ് എംപ്ലോയി പോലെ ബേസിക് പേ കാര്യങ്ങളൊന്നുമില്ല. ടൈം റിലേറ്റഡ് കണ്ടിന്യൂറ്റി അലവൻസ് ആണ്. ടൈമിനൊക്കെ അനുസരിച്ചിട്ടാണ് നമുക്ക് പേയ്മെൻറ്റ് ലഭിക്കുക. നമ്മൾ വർക്കിംഗ് ടൈം എത്രയാണ് മിനിമം ഉണ്ടാവും, അത് എക്സ്ട്രാ കൂടി അതിനനുസരിച്ചിരിക്കുന്നുണ്ടാവും. പിന്നെ അതുപോലെ ആനുവൽ ഇൻക്രീസ് ഒരു 3% വരാമെന്നുള്ളതാണ്. അത് ഡിപ്പെൻസ് ഓൺ കുറച്ച് കണ്ടീഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ അത് കൂടാതെ നിങ്ങൾക്ക് DA കാര്യങ്ങളൊക്കെ ഉണ്ടാവും, TRC ബേസ് ചെയ്തിട്ടുള്ള. അതുപോലെ തന്നെ നിങ്ങൾക്ക് മറ്റു അലവൻസ്, അതായത് സെക്യൂരിറ്റി ബെനിഫിറ്റ് ആയിട്ടുള്ള GDS ഗ്രാറ്റുവിറ്റി, അതുപോലെ സർവീസ് ഡിസ്ചാർജ് ബെനിഫിറ്റ് ഗ്രാറ്റുവിറ്റി ഉണ്ടാവും. അതുപോലെ നിങ്ങൾക്ക് ഈ സർവീസ് ഡിസ്ചാർജ് ബെനിഫിറ്റ് സ്കീം ഉണ്ടാവും. അതായത് ഈ പറയുന്ന നാഷണൽ പെൻഷൻ സിസ്റ്റം ഉണ്ടല്ലോ ഇപ്പോൾ ഉള്ള, അതിന് സിമിലർ ആയിട്ടുള്ള എന്താണ് സർവീസ് ഡിസ്ചാർജ് ബെനിഫിറ്റ് സ്കീം നമുക്ക് ഉണ്ടായിരിക്കും എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇനീഷ്യലി നമുക്ക് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു എമൗണ്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറാം. അപ്പോൾ ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ ആണെങ്കിൽ നിങ്ങൾക്ക് 12,000 മുതൽ 29,380 രൂപ വരെ ഏൺ ചെയ്യാൻ പറ്റും. ദെൻ ഈ അസിസ്റ്റൻറ്റ് ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്ററും ദക്സേവകും ആണെങ്കിൽ 10,000 മുതൽ 24,470 രൂപ വരെ ഏൺ ചെയ്യാം. ഓക്കെ, അത് ഡിപ്പെൻസ് ഓൺ നിങ്ങളുടെ വർക്കിംഗ് ടൈമിനും നിങ്ങൾക്ക് എവിടെയാണ് പോസ്റ്റിംഗ് ലഭിക്കുന്നത് അതിനൊക്കെ അനുസരിച്ചായിരിക്കും. അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് ഈ പറയുന്ന 3 കാറ്റഗറി പോസ്റ്റിലേക്കും നമുക്ക് ജസ്റ്റ് 10th മതി കേട്ടോ, പാസ്സായ 10ാം ക്ലാസ് മതി. അപ്പോൾ നിങ്ങൾക്ക് ഏത് ഡിവിഷനിലാണ് അപ്ലൈ ചെയ്യേണ്ടതൊക്കെ നിങ്ങളുടെ ചോയ്സിനനുസരിച്ച് അപ്ലിക്കേഷനിൽ എത്ര വേണമെങ്കിലും കൊടുക്കാം നമുക്ക്. ഓക്കെ, അതുപോലെ ആദ്യം നിങ്ങൾക്ക് ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ വേണോ അല്ലെങ്കിൽ സെക്കൻഡ് ആണോ തേർഡ് ആണോ, അതായത് നിങ്ങളുടെ ചോയ്സ് അതിനൊക്കെ അനുസരിച്ച് നമുക്കത് ലിസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് മിനിമം 18 ടു മാക്സിമം 40 വയസ്സ് വരെ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇപ്പോൾ SC/ST ആണെങ്കിൽ 45 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം, OBC ആണെങ്കിൽ 43 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. പിന്നെ EWSന് ഏജ് റിലാക്സേഷൻ ഉണ്ടാവില്ല. പിന്നെ ഡിസബിലിറ്റി ഉള്ള ഉദ്യോഗാർത്ഥികൾക്ക് 10 മുതൽ 15 വയസ്സ് വരെ ഇയർ വരെ ഏജ് റിലാക്സേഷൻ ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ആ കാര്യങ്ങളൊക്കെ അവിടെ ശ്രദ്ധിക്കാം. ഇനി ഇതിൻ്റെ കുറച്ച് കോമൺ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുൻപ് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഇതൊരു സെൻട്രൽ ഗവൺമെൻറ് ജോലി അല്ലാന്ന് വ്യക്തമായിട്ട് നമ്മളോട് പറയുന്നുണ്ട് കേട്ടോ. ഇത് പല ഉദ്യോഗാർത്ഥികളും ചോദിക്കാറുണ്ട്, പെർമനൻറ്റ് ജോലിയാണോ? അപ്പോൾ നമുക്ക് പെർമനൻ്റ് ആയിട്ട് തുടരാം. കാരണം ഇതിൽ നമുക്ക് 3 വർഷമൊക്കെ നമ്മൾ GDS കംപ്ലീറ്റ് ചെയ്താൽ നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് ഒരു എക്സാം ഉണ്ടാകും. അത് എഴുതിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പെർമനൻറ്റ് പോസ്റ്റിലേക്കൊക്കെ മാറാനുള്ള സ്കീമുണ്ട്. അതിനെക്കുറിച്ചിട്ടൊക്കെ ഞാൻ ഇതിൻ്റെ പ്രൊമോഷൻ സാധ്യതയെക്കുറിച്ചിട്ടൊക്കെ നമ്മുടെ ചാനലിൽ യൂട്യൂബ് ചാനലിൽ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ എന്ത് ചെയ്യാൻ ഇവിടെ നമുക്ക് ഐ ബട്ടണിൽ തരാം കേട്ടോ നിങ്ങൾക്ക്. അപ്പോൾ അതൊക്കെ നിങ്ങൾ കാണാം. അതുപോലെ നമ്മുടെ പോസ്റ്റിലും ഞാൻ തരാം, ഈ പോസ്റ്റിലും ഞാൻ അറ്റാച്ച് ചെയ്ത് തരാം. അപ്പോൾ അത് നിങ്ങൾക്ക് കാണുമ്പോൾ അതിനെക്കുറിച്ചൊരു ധാരണ ലഭിക്കും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക്
വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ക്ലിയർലി മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ പറയുന്നത്. അതായത് GDS ആർ നോട്ട് റെഗുലർ എംപ്ലോയീസ് എന്ന് പറഞ്ഞിട്ട് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ് ഓർ സെൻട്രൽ ഗവൺമെൻറ് എന്ന് പറഞ്ഞിട്ട് വ്യക്തമായിട്ട് ഇതിൽ പറയുന്നുണ്ട്. അതായത് നിലവിൽ പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള റെഗുലർ എംപ്ലോയിയെ പോലെ അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ റെഗുലർ എംപ്ലോയിയെ പോലെ അല്ല ആക്ച്വലി GDS ആയിട്ട് കയറുന്ന ഉദ്യോഗാർത്ഥികൾ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ GDS ആയിട്ട് വർക്ക് ചെയ്യുന്നവർ ഒരിക്കലും ഒരു പെർമനൻറ്റ് എംപ്ലോയി പോലെ പരിഗണിക്കപ്പെടുന്നില്ല. അവർക്ക് ഈ പറയുന്ന സെൻട്രൽ ഗവൺമെൻറ് എംപ്ലോയീസിനെ അല്ലെങ്കിൽ ഇവരുടെ പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റിൽ കിട്ടുന്ന അലവൻസോ മറ്റ് കാര്യങ്ങളോ ബെനിഫിറ്റോ ഒന്നും കിട്ടിക്കൊള്ളണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല എന്നുള്ളതാണ് ഇവിടെ പ്രത്യേകമായിട്ട് നമ്മളോട് അടിവരയിട്ട് പറയുന്നത്, ഇവിടെ ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. കാരണം ഇതിൻ്റെ ഒരു പ്രത്യേകത എക്സാം എഴുതണ്ട, നമ്മൾ അപ്ലൈ ചെയ്തിട്ടാൽ മതി. കാരണം നമുക്ക് ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടാൽ ലിസ്റ്റ് വരും, ലിസ്റ്റിൻ്റെ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ മാത്രമേ ഉള്ളൂ, ഇൻ്റർവ്യൂ കാര്യങ്ങളൊന്നുമില്ല. അതൊക്കെയാണ് ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പ്രത്യേകം ഇവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, നമ്മൾ റൂറൽ ഏരിയയിലായിരിക്കും അധികവും പോസ്റ്റിംഗ് ഉണ്ടാകുക കേട്ടോ. അപ്പോൾ റൂറൽ ഏരിയയിൽ ഇവരുടെ സർവീസൊക്കെ ഡിപ്പാർട്ട്മെൻറ്റ് സർവീസ്, പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റ് സർവീസൊക്കെ നമ്മൾ എത്തിക്കുക എന്നുള്ളതൊക്കെയാണ് ഈ ഒരു പോസ്റ്റിങ്ങിനെ കൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, നമുക്ക് ഇവരുടെ റൂൾ പ്രകാരം നിങ്ങൾക്കിവിടെ കാണാം, GDS റൂൾ പ്രകാരം 3A ഒക്കെ പ്രകാരം ഇവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, മിനിമം പീരീഡ് ഓഫ് വർക്കിംഗ് ടൈം 4 hours ആയിരിക്കും, മാക്സിമം 5 hours എന്നുള്ളത് കൊടുത്തിട്ടുണ്ട് ഒരു ഡേ. ഓക്കെ, അത് മേ ബി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നിൽക്കാനുള്ള സാധ്യത ഉണ്ട്, ഡിപ്പെൻസ് ഓൺ നമ്മളുടെ വർക്കിനൊക്കെ അനുസരിച്ചിട്ട് നമ്മളെങ്ങനെയാണോ. ദെൻ മാക്സിമം നമുക്ക് 65 വയസ്സിലേക്ക് ഇതിൽ തുടരാൻ പറ്റുള്ളൂ, അതിൻ്റെ അപ്പുറത്തേക്ക് ഏജ് ഓവറായവരൊന്നും ഇതിൽ പരിഗണിക്കില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ വ്യക്തമായിട്ടൊരു കാര്യം പാടാൻ ശ്രദ്ധിക്കണം, നമ്മൾ ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ നിങ്ങൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കൊരു ബാധ്യതയും പാടെ അവർ കൂടെ വെച്ച് തരുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ തന്നെ എന്ത് ചെയ്യണം, നമുക്ക് പോസ്റ്റ് ഓഫീസ് റൺ ചെയ്യാൻ വേണ്ടിയുള്ള ആ ഒരു ഓഫീസ് സെറ്റപ്പ് നമ്മൾ എന്ത് ചെയ്യണം, അക്കോമഡേഷൻ നമ്മൾ തന്നെ എന്ത് ചെയ്യണം, അതിനാവശ്യമുള്ള ഒരു റൂം നമ്മൾ തന്നെ നമ്മളുടെ കോസ്റ്റിൽ നമ്മൾ കയ്യിൽ നിന്ന് എമൗണ്ട് എടുത്തിട്ട് നമ്മൾ ചെയ്യണം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ എന്നുള്ള പോസ്റ്റിലേക്ക് ആരെങ്കിലും അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിൽ അതിൻ്റേതായുള്ള ബെനിഫിറ്റ് അതിന് നമുക്ക് അത്യാവശ്യം മറ്റ് പോസ്റ്റിനായിട്ടും കുറച്ചുകൂടെ ഏൺ ചെയ്യാൻ നമുക്ക് പറ്റുമെന്നുള്ളതാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് അതിൽ നിന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ റൂറൽ ഏരിയ ഒക്കെ ആകുമ്പോൾ അത്ര റെൻ്റൊന്നും വരില്ലല്ലോ. അപ്പോൾ മന്ത്ലി 1000 rupees അങ്ങനെയൊക്കെ ആ ലെവലിലൊക്കെ നമുക്ക് കിട്ടുകയാണെങ്കിൽ ഓക്കെ, അത് ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്യേണ്ടി വരും. ഓക്കെ, അതായത് പോസ്റ്റ് ഓഫീസ് റൺ ചെയ്യാനുള്ള ഒരു റൂം നമ്മൾ നമ്മുടെ ഇതിൽ ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ എന്ന് പറയുന്ന പോസ്റ്റിൽ നിങ്ങൾ സെലക്ട് ആണെങ്കിൽ ചെയ്യേണ്ടി വരും. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ഒഴിവാക്കി BPM അപ്ലൈ ചെയ്യുന്നില്ലെങ്കിൽ അപ്ലൈ ചെയ്യേണ്ട, അത് ഡിപ്പെൻസ് ഓൺ നിങ്ങളുടെ ചോയ്സാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് അതിൽ മെയിൻ ഒരു പോസ്റ്റ്. പിന്നെ ബാക്കിയൊക്കെ അതിൻ്റെ അണ്ടറിലാണ് വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ അസിസ്റ്റൻറ്റ് ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്ററും എക്സാവകിനും ഇതിൻ്റെ ഇങ്ങനെയുള്ള ബാധ്യതകളൊന്നുമില്ല എന്നുള്ളതാണ്. ഓക്കെ, പിന്നെ ഇവരുടെ എന്താണ് ഓരോന്ന് ജോബിൻ്റെയും അതായത് ഓരോ പോസ്റ്റിൻ്റെയും ഡ്യൂട്ടി എന്താണെന്നൊക്കെ നമ്മൾ കുറേ വീഡിയോ, ഇത് നമ്മൾ വർഷത്തിൽ 2 പ്രാവശ്യം ചെയ്യുന്ന വീഡിയോസാണ്. അപ്പോൾ നമ്മുടെ ചാനലിൽ കയറി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, വീഡിയോസ് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഈ വീഡിയോസ് കാണാം കേട്ടോ. ഇവിടെ ജസ്റ്റ് സെർച്ച് നമ്മുടെ ചാനൽ തന്നെ GDS സെർച്ച് ചെയ്യുക, അല്ലെങ്കിൽ ഞാനിവിടെ നമ്മുടെ പോസ്റ്റിൽ തരാം, ഈ പോസ്റ്റ് അറ്റാച്ച് ചെയ്ത് തരാം, എന്നാൽ നിങ്ങൾക്കത് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ വീണ്ടും കുറേ പറഞ്ഞ് ടൈം കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഓക്കെ, ഇനി ഇതിൻ്റെ സെലക്ഷൻ ക്രൈറ്റീരിയ വ്യക്തമായിട്ട് ഇതിൽ പറയുന്നുണ്ട്. അതായത് ഇതിൽ ഷോർട്ട് ലിസ്റ്റ് തയ്യാറാക്കുന്നത് സിസ്റ്റം ജനറേറ്റർ ആയിട്ടുള്ള മെറിറ്റ് ലിസ്റ്റ് ബേസ് ചെയ്തിട്ടാണ് എന്നുള്ളതാണ്. അതായത് നമ്മുടെ 10th ക്ലാസ്സിൻ്റെ മാർക്ക് നോക്കും. അപ്പോൾ ഏറ്റവും കൂടുതൽ മാർക്ക് ഉള്ളവരായിരിക്കും ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെടുക. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ മാർക്ക് നോക്കുക. അപ്പോൾ നമുക്ക് ഫുൾ A+ ഉള്ളവർക്ക് ഇത് കിട്ടൂ എന്നുള്ള രീതിയിൽ നമ്മൾ ചിന്തിക്കേണ്ടി വരും. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് എന്നുള്ളത് ഫുൾ A+ ആണല്ലോ. അപ്പോൾ നമുക്ക് ഗ്രേഡ് നോക്കുകയാണെങ്കിൽ ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം ഒരു 90% ഒക്കെ മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യുക എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ബാക്കിയുള്ളവർ ചെയ്യേണ്ടതെന്ന് ഞാൻ പറയുന്നില്ല, നിങ്ങളുടെ ചോയ്സിനനുസരിച്ച് നിങ്ങൾക്ക് അതായത് നിങ്ങളുടെ ഐഡിയ ആണ്, അതായത് നിങ്ങൾക്ക് ചെയ്യണോ ചെയ്യേണ്ട. മേ ബി ഞാൻ പറഞ്ഞ പോലെയൊക്കെ സംഭവിക്കാം, കൂടുതൽ ആളുകൾ ഇതിന് വില്ലിങ് അല്ലാതെ വരാം, അല്ലെങ്കിൽ ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ എന്തെങ്കിലും റിജക്ഷൻ ആയിട്ട് അങ്ങനെയൊക്കെ എന്ത് ചെയ്യാം, വീണ്ടും ലിസ്റ്റൊക്കെ വന്ന് ഞാൻ പറഞ്ഞില്ല 5 ലിസ്റ്റ് 6 ലിസ്റ്റൊക്കെ വരും. അപ്പോൾ അതിനനുസരിച്ച് ചെറിയ രീതിയിലൊക്കെ കട്ട് ഓഫിൽ വ്യത്യാസം വരാം. അപ്പം ഒരുപാട് പേര് ഫുൾ A+ ഉള്ള കുട്ടികൾ ഉണ്ടായതുകൊണ്ട് എല്ലാവരും ഇതിനെ പോയിക്കൊള്ളുന്നൊന്നുമില്ല, അപ്ലൈ ചെയ്യും മേ ബി അവർ. പക്ഷേ മേ ബി ഒരു സാധ്യത എന്നുള്ളതാണ് നമുക്ക് പറയാൻ പറ്റുള്ളൂ. വളരെ കുറവാണ് സാധ്യത. മാർക്ക് വളരെ കുറഞ്ഞവർ അപ്ലൈ ചെയ്തിട്ട് കാര്യവും ഇല്ല കേട്ടോ. കാരണം നല്ല കുറവാണെങ്കിൽ വെറുതെ നിങ്ങൾ അപ്ലൈ ചെയ്തിട്ട് കാര്യമില്ല. പിന്നെ ഇതിലേക്ക് അപ്ലിക്കേഷൻ ഫീ വരുന്നത് 100 രൂപയാണ് അപേക്ഷാ ഫീസ് വരുന്നത് കേട്ടോ. എന്നാൽ ഈ ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് യാതൊരു ഫീസും കൊടുക്കേണ്ട, SC/STക്കും കൊടുക്കേണ്ട, ഡിസബിലിറ്റി ഉള്ള ഉദ്യോഗാർത്ഥികൾക്കും ദെൻ ട്രാൻസ് വിമൻ കാൻഡിഡേറ്റ്സിനും എന്ത് കൊടുക്കേണ്ട, അപ്ലിക്കേഷൻ ഫീ കൊടുക്കേണ്ട, അവർക്ക് ഫ്രീ ആയിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ. ഡിസബിലിറ്റി ഉള്ളവർക്കും സ്യൂട്ടബിലിറ്റി ഒക്കെ ഈ PDF തന്നെ കൊടുത്തിട്ടുണ്ട്, ഏതൊക്കെ കാറ്റഗറി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാമെന്ന് അങ്ങനെയുള്ളവർ നോക്കിയിട്ട് ചെയ്യാം. പിന്നെ ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യണം, ഫോട്ടോഗ്രാഫും സിഗ്നേച്ചറും. പാസ്പോർട്ട് ഫോട്ടോഗ്രാഫ് ആണെങ്കിൽ 30 to 100 GB ഇടയിലായിരിക്കണം, 320 x 400 പിക്സൽ ആയിരിക്കണം അതിൻ്റെ ഡയമെൻഷൻ വരേണ്ടത്.
പിന്നെ പ്ലെയിൻ വൈറ്റ് അല്ലെങ്കിൽ ലൈറ്റ് കളർ ആയിരിക്കണം ബാക്ക്ഗ്രൗണ്ട്. നമ്മുടെ ഫേസ് 70 to 80% ആ ഫോട്ടോയിൽ വിസിബിൾ ആവുന്ന രീതിയിലായിരിക്കണം കേട്ടോ. ഓക്കെ, നമ്മൾ ഭയങ്കരമായിട്ട് ഫേസ് ചെറുതായി പോകരുത്, അത്യാവശ്യം ഫേസ് നല്ല രീതിയിൽ കാണുന്ന രീതിയിലായിരിക്കണം. പിന്നെ സിഗ്നേച്ചർ ഇതുപോലെ ബ്ലാക്ക് ഓർ ബ്ലൂ പെൻ കൊണ്ട് യൂസ് ചെയ്യാം. നിങ്ങൾക്ക് 20 to 100 KB 300x120 പിക്സലാണ് ഡയമെൻഷൻ വരുന്നത്. സിഗ്നേച്ചറും 70 to 80% നമ്മുടെ ആ ഒരു എന്താണ് ഈ ഒരു 300 to 120 പിക്സലിൽ നമ്മൾ നോക്കുമ്പോൾ 70 to 80% കവർ ചെയ്യണം. അപ്പോൾ നമ്മൾ ഇതാണ് സിഗ്നേച്ചറിൻ്റെ പേപ്പറിൻ്റെ ഏരിയ എങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, നല്ല രീതിയിൽ അത് സൈൻ ചെയ്യുക. ഓക്കെ, അല്ലാതെ ഒരു പേപ്പറിൻ്റെ ഒരു മൂലക്ക് പോയിട്ട് നമ്മൾ ഇങ്ങനെ സൈൻ ചെയ്യരുത്. അപ്പോൾ നമ്മൾ ഒരു പേപ്പറിൻ്റെ ഭാഗം നമ്മളൊരു ബോക്സ് വേണമെങ്കിൽ വരയ്ക്കാം. എന്നിട്ട് ആ ബോക്സിൽ നമ്മൾ എന്ത് ചെയ്യാം, ഇതിൽ അതായത് വലിയ ബോക്സ് വരയ്ക്കണം എന്നില്ല, അത്യാവശ്യം ഒരു എന്താ പറയുക 5 സെൻറ്റിമീറ്റർ to 10 സെൻറ്റിമീറ്റർ എന്നുള്ള, അല്ലെങ്കിൽ 10 സെൻറ്റിമീറ്റർ into 20 സെൻറ്റിമീറ്റർ എന്നുള്ള ലെവലിൽ വരച്ചാലും മതി. ഓക്കെ, ഞാനൊരു ഏകദേശം ഇത് പറഞ്ഞതാണ്. അപ്പോൾ നമ്മൾ സൈൻ ചെയ്യുമ്പോൾ നമ്മളത് സ്കാൻ ചെയ്യുമ്പോൾ അത് ക്രോപ്പ് ചെയ്തിട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്കൊരു 70 to 80% ആ ക്രോപ്പ് ആയിട്ടുള്ള ഏരിയയിൽ നമ്മുടെ സൈന് നിൽക്കുന്നുണ്ട് എന്നുള്ള ഉറപ്പിക്കുക, എന്നിട്ട് അപ്ലോഡ് ചെയ്യുക. കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ ലോക്കൽ ലാംഗ്വേജിൻ്റെ ലിസ്റ്റ് ഇപ്പോൾ നമുക്ക് കേരള ആണെങ്കിൽ കേരള, ലക്ഷദ്വീപ്, മാഹിയൊക്കെ ആണെങ്കിൽ മലയാളമാണ് അറിഞ്ഞിരിക്കേണ്ടത്. ഇനി മറ്റു സർക്കിളിലേക്കൊക്കെ അപ്ലൈ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് എന്താണ് അവിടെയുള്ള ലോക്കൽ ലാംഗ്വേജ് നിങ്ങൾക്ക് നോക്കാം. ഓക്കെ, ഇപ്പോൾ ഹിന്ദിയൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബീഹാർ ഇവിടെയൊക്കെ കൊടുക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെ വേണമെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്യുക. അപ്പോൾ ഏതെങ്കിലും ഒരു സർക്കിളിലേക്ക് ഒരു ഉദ്യോഗാർത്ഥിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ കേരളത്തിൽ അപ്ലൈ ചെയ്താൽ പിന്നെ നിങ്ങൾക്ക് തമിഴ്നാട്ടിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ഏതെങ്കിലും ഒന്നിലേക്ക് ഒരു ഉദ്യോഗാർത്ഥിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി അടുത്ത സ്റ്റെപ്പ്, നമ്മൾ ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കണം. അതുപോലെ നമുക്കിതിൻ്റെ അപ്ലിക്കേഷൻ ലിങ്ക് വന്നാൽ എവിടെ ഞാനത് ആഡ് ചെയ്യുന്നുള്ളതും കാണിക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അപ്ലൈ ചെയ്യുന്ന പറഞ്ഞിട്ട് ലിങ്ക് ഉണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്യുക. ഇന്ത്യ പോസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഇതിലേക്ക് വരും. ഇവിടെ ലാസ്റ്റ് ഡേറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഏറ്റവും താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്യുക, ഇമ്പോർട്ടൻറ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്. ഏറ്റവും താഴേക്ക് വരും, നിങ്ങൾ ഏറ്റവും താഴെ അവിടെ നമ്മുടെ ഡയറക്റ്റ് നമ്മുടെ മെമ്പർഷിപ്പ് എടുക്കാൻ നിങ്ങൾക്ക് യൂട്യൂബിൻ്റെ ജോയിൻ GOC അല്ലെങ്കിൽ ജുലാൻഡ് എന്നുള്ള ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് എക്സ്ക്ലൂസീവ് കണ്ടൻറ്റ് കാര്യങ്ങൾ കിട്ടും. അപ്പോൾ താഴെ സ്ക്രോൾ ഡൗൺ ചെയ്യുക, ഇവിടെ കണ്ടോ നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാം. ആപ്ലിക്കേഷൻ ഫോം എന്നുള്ളതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യാം. ഈ ആപ്ലിക്കേഷൻ ഫോം എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ ഈ ഒരു പേജിലേക്കാണ് വരിക. ഈ പേജിൽ വന്നാൽ നിങ്ങൾക്കിവിടെ കാണാം ഡേറ്റും കാര്യങ്ങളും. അപ്പോൾ നമുക്ക് 31/8 മുതലാണ് ഇതിൻ്റെ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് ഈ ഒരു പോർട്ടലിൽ നമുക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനുള്ള സമയം 31/8 മുതൽ 19/9. അതുപോലെ അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാനുള്ള ഡേറ്റ് 2/9 മുതൽ 21/9 ആണ്. അപ്പോൾ ഈ ഡേറ്റുകളിൽ നമുക്ക് അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ, അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ കറക്ഷൻ എഡിറ്റ് ചെയ്യാനുള്ള ഡേറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ 3 ഡേറ്റാണ് നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും മെയിലൊക്കെ വരികയാണെങ്കിൽ ആ മെയിലിൻ്റെ എൻഡിങ്ങിൽ ഇങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ, indiapost.government.in അല്ലെങ്കിൽ ഇന്ത്യ-പോസ്റ്റ് gdsonline.government.in എന്നുള്ള ഉണ്ടാവും കേട്ടോ മെയിലിൽ. വേറെ മെയിലോ കാര്യങ്ങളോ ഒന്നും വന്നാൽ അവർ ഉത്തരവാദിയാവില്ല എന്ന് പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ മെയിൽ നിങ്ങൾ ചെക്ക് ചെയ്യാം. ഡീറ്റെയിൽസ് ഒന്നും വേറെ ആർക്കും ഷെയർ ചെയ്ത് ഈ പറയുന്ന രീതിയിലായിരിക്കും അവിടുന്ന് ഷോർട്ട് ലിസ്റ്റൊക്കെ പെട്ടാൽ നിങ്ങൾക്ക് മെയിൽ വരിക. പിന്നെ ലിസ്റ്റ് വന്നാൽ നമ്മൾ വീഡിയോ ചെയ്യും. പിന്നെ ഇത്രയും കാര്യങ്ങളാണ്. പിന്നെ ഹെൽപ്പ് ഡെസ്ക് മറ്റ് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഓൺലൈൻ ആപ്ലിക്കേഷൻ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഡേറ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കാവുന്നതാണ്. പിന്നെ നിങ്ങൾക്കിവിടെ വേക്കൻസി ഡീറ്റെയിൽസ് ഇവിടെ ഏത് സർക്കിളാണ് നോക്കുന്നത്. ഇപ്പോൾ കേരള ആണെങ്കിൽ കേരള സെലക്ട് ചെയ്യുക. ഒരു ഉദ്യോഗാർത്ഥിക്ക് ഏതെങ്കിലും ഒരു സർക്കിളിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അതിൽ നിങ്ങൾക്ക് ഈ പറയുന്ന ഏത് ഡിവിഷനിലാണ് നിങ്ങൾ അപ്ലൈ ചെയ്താൽ നിങ്ങൾ ഇടുക്കുക. കാലിക്കറ്റ് എടുക്കുകയാണെങ്കിൽ കാലിക്കറ്റിൽ വന്നിരിക്കുന്ന വേക്കൻസി. അപ്പോൾ വേക്കൻസിയിൽ നിങ്ങൾ നോക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഓരോ കോളത്തിലും ഓരോരോ ഡാറ്റയാണ് കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് സീരിയൽ നമ്പർ, പിന്നെ പോസ്റ്റ് ID ആണ്, ആ പോസ്റ്റിൻ്റെ നമ്പറാണത്. പിന്നെ അതുപോലെ ഓഫീസ് ഇപ്പോൾ അടിവാരം പുതുപ്പാടി ബ്രാഞ്ച് ഓഫീസാണ്, ABPM ആണ് അവിടെ വന്നിരിക്കുന്ന വേക്കൻസി. അതിൻ്റെ TRCA അതിൻ്റെ ഒരു സ്ലാബാണ് അവിടെ കൊടുത്തിരിക്കുന്നത്, 10,000 ആണ്. പിന്നെ ആ 10,000 മാത്രമല്ല കേട്ടോ നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ പറ്റുക. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ആ ഒരു എമൗണ്ട് നിങ്ങൾക്ക് അതിൻ്റെ കൂടെ DA മറ്റ് കാര്യങ്ങളൊക്കെ ഇതായിട്ടാണ് ഏകദേശം ഒരു എമൗണ്ട് നിങ്ങൾക്ക് നമ്മൾ പറഞ്ഞു. ഇതിൽ വേക്കൻസി വന്നിരിക്കുന്നത് അൺറിസർവ്ഡ് കാറ്റഗറി. അൺറിസർവ്ഡ് എന്ന് പറഞ്ഞാൽ ഏത് കാറ്റഗറിക്ക് അതിലേക്ക് അപ്ലൈ ചെയ്യാം. ലാംഗ്വേജ് മലയാളമാണ്. പിൻ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഇത്രയും ഡീറ്റെയിൽസാണ് ഇവിടെ കിട്ടുക. ഇപ്പോൾ ഇവിടെ കണ്ടോ നിങ്ങൾക്ക് OBC, ഇത് OBCക്ക് മാത്രമേ ഇതിൽ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഇത് ABPM ആണ്. അങ്ങനെ ഓരോ പോസ്റ്റ് മാറും. ദക്സേവക. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ടൊക്കെ ഒരു ഐഡിയ ഉണ്ടാക്കുക നിങ്ങൾ. എന്നിട്ട് നിങ്ങളത് എഴുതി വെക്കാം, ഏത് പോസ്റ്റിൽ ഞാൻ ആദ്യം അപ്ലൈ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇതിൽ ഏതൊക്കെ ഫറൂഖിൽ അങ്ങനെ പല പല സ്ഥലങ്ങളുണ്ട്. നിങ്ങൾക്കിവിടെ സീരിയൽ നമ്പർ ഏകദേശം കൂടെ കാണാൻ പറ്റും. ഇതിൽ തന്നെ കാലിക്കറ്റ് തന്നെ 105 ഓഫീസുകളായിട്ട് നമുക്ക് പറയാമത്. ഓക്കെ, അത് നിങ്ങൾക്ക് ഏതാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത്, ഏതൊക്കെയാണ് നിങ്ങളുടെ കാറ്റഗറി എന്നൊക്കെ നിങ്ങൾക്ക് നോട്ടീസ് ചെയ്തിട്ട് അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കണ്ട. താങ്ക്